എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആത്മീയമായ ഒരു വലിയ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓഗസ്റ്റ് 8 ലയൺസ് ഗേറ്റ് പോർട്ടൽ. എന്താണ് ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ? നിങ്ങൾക്ക് അറിയാമോ? പലർക്കും അറിയാൻ പറ്റും. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് അറിയാത്ത ആളുകൾക്കായിട്ട് അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഇത്രയും സ്പെഷ്യലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്? ഈ സമയത്ത് ചിങ്ങം രാശിയിലായിരിക്കും സൂര്യൻ നിലനിൽക്കുക. അതുപോലെ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായ സിറിയസ് ഭൂമിയോടും ഒറിയോൺ നക്ഷത്ര സമൂഹത്തോടും ഒരു നേർരേഖയിൽ വരികയും ഇതേ സമയം ചെയ്യും. അത് വളരെ എഫക്റ്റീവായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ന്യൂമറോളജി പ്രകാരം 8 എന്നത് അനന്തമായ സമൃദ്ധി, അബണ്ടൻസിനെയും ഇൻഫിനിറ്റിയെയും കാണിക്കുന്ന വലിയ ഒരു എനർജിയാണ്. അപ്പോൾ 8-ാം മാസത്തിലെ 8-ാം ദിവസം എന്ന് പറയുമ്പോൾ 2, 8 ഒരുമിച്ച് വരികയാണ്. അതിൻ്റെതായ ഒരു എനർജി, അതായത് എനർജി ഇരട്ടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതും വലിയ പ്രാധാന്യമായിട്ട് ഈ ദിവസത്തെ മാറ്റുന്നു. അപ്പോൾ ഈ പോർട്ടലിന്റെ പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ മാറ്റി പുതിയ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും മാനിഫെസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താനും ഈ യൂണിവേഴ്സൽ എനർജി നമുക്ക് വലിയൊരു അവസരമാണ് ആ ദിവസം തുറന്നു തരാൻ പോകുന്നത്. ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആ എനർജി നിലനിൽക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേക ഊർജം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നമ്മൾ ഇന്ന് ടാരോ കാർഡുകളിലൂടെയും ആസ്ട്രോഡയസിന്റെ സഹായത്തോടെയും നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടാരോ സ്പ്രെഡിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് നമുക്ക് ആസ്ട്രോഡയസ് റോൾ ചെയ്യാം. ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിന്റെ സമയം എങ്ങനെയാണ് നിങ്ങളുടെ എനർജിയെ ഇത് സ്വാധീനിക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ലയൺസ് ഗേറ്റ് പോർട്ടലിന്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എനർജി, ജ്യോതിഷപരമായ എനർജി എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, മൂൺ ഇൻ സ്കോർപിയോ ഇൻ ദ സെക്കൻഡ് ഹൗസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് ആ സമയത്ത് നിങ്ങളുടെ എനർജി ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നമ്മൾ എന്തായിരിക്കും ജ്യോതിഷപരമായിട്ട് ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിന്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എനർജി എന്ന് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കോമ്പിനേഷൻ വളരെ പവർഫുൾ ആണ്. മൂൺ ഇൻ സ്കോർപിയോ ഇൻ ദ സെക്കൻഡ് ഹൗസ്. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ 2-ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ ഈ ലയൺസ് ഗേറ്റിന്റെ സമയത്ത് വളരെ തീവ്രമായിരിക്കും. പഴയ കാര്യങ്ങൾ ഓർക്കുക, ഉള്ളിലുള്ള ഭയങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ പുറത്തു വരിക, ഒരു ആത്മപരിശോധന നടത്തുന്ന ഡീപ്പ് സോൾ സെർച്ചിങ് സ്റ്റേറ്റിലോട്ടൊക്കെ ഈ എനർജി നിങ്ങളെ നയിക്കും, അല്ലെങ്കിൽ അതിന് നിങ്ങളെ നിർബന്ധിക്കും. ലയൺസ് ഗേറ്റിന്റെ ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയും ഇമോഷണൽ ബാഗേജുകളെയും കഴുകിക്കളയാൻ, പ്യൂരിഫൈ ചെയ്യാൻ ഈ ചന്ദ്രൻ സഹായിക്കും. അതായത് നിഗൂഢമായിട്ട് നിങ്ങളിൽ നിലകൊള്ളുന്ന സംശയാസ്പദമായിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങളൊരു ആത്മപരിശോധന നടത്താൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഊഴ്ന്നിറങ്ങിപ്പോയി ആഴങ്ങളിലേക്ക് പോയി പരിശോധന നടത്തി ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നാണ് ഇത് പറയുന്നത്. അത് ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ബ്ലോക്കുകൾ, ഇമോഷണൽ ബ്ലോക്കുകൾ, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പലതരം കാര്യങ്ങൾ, ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനെ അവോയ്ഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിലേക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഇതുവരെ നിങ്ങൾ ബോധപൂർവം അവോയ്ഡ് ചെയ്തു പോയത്, ഇനി ആ ബോധപൂർവമുള്ള അവോയ്ഡൻസ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ
പരിശോധിക്കാൻ വേണ്ടിയിട്ട്, പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാകാൻ പോകുന്ന തരത്തിലുള്ള തീവ്രമായ എനർജിയുള്ള സമയത്തിലൂടെ ആയിരിക്കും ഈ ഓഗസ്റ്റ് 8-ാം തീയതിയോടനുബന്ധിച്ച് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ പോകാൻ പോകുന്നത്. 2-ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ സമ്പത്ത്, പണം, ആത്മവിശ്വാസം, അതുപോലെ നമ്മൾ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിനും എത്ര വാല്യൂ കൊടുക്കുന്നു എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് 2-ാം ഭാവം. അപ്പോൾ വൃശ്ചികത്തിലെ ചന്ദ്രൻ 2-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വയം വിലയിരുത്തുന്ന രീതിയിലോ നിങ്ങളുടെ സെൽഫ് വർത്തിന്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ഈ സമയത്ത് നടക്കാൻ പോവുകയാണ്. പണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറ്റാനും നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഈ പോർട്ടൽ വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് തുറന്നു തരിക. ഓക്കെ, അപ്പോൾ ഈ ഡീപ്പ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്കിനി ടാരോ കാർഡുകളിലൂടെ നോക്കാം. നമുക്കിത് സൈഡിലേക്ക് വയ്ക്കാം, ഇവിടെ മുകളിലിരിക്കട്ടെ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞല്ലോ. യെസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ എനർജി, അതായത് നമ്മളിപ്പോൾ ടാരോ ആസ്ട്രോ ഡയസ് വഴി കണ്ട് എനർജി നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. 7 ഓഫ് കപ്സ്, ജമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് തന്നെ ആദ്യം നമ്മൾ സീരിയസ് ആയിട്ട് നോക്കണം. 4 ഓഫ് വാൺസ്, നമ്മളൊരു 7 കാർഡ് സ്പ്രെഡ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ 6 കാർഡ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് സൂട്ട്സ്, 5 ഓഫ് സൂട്ട്സ്, ഒരു കാർഡ് കൂടി നമ്മൾ എടുക്കുന്നു. നൈറ്റ് ഓഫ് സൂട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ടാരോ സ്പ്രെഡ് നമുക്ക് കിട്ടിയ ആസ്ട്രോ ഡയസ് റോള് ചെയ്തപ്പോൾ കിട്ടിയ എനർജി പോലെ തന്നെ വളരെ അതിനോട് നന്നായിട്ട് യോജിച്ച് നിൽക്കുന്ന, അലൈൻഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്പ്രെഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന 7 ഓഫ് കപ്സ് നമുക്ക് കിട്ടിയ മൂൺ എനർജിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയും മൂൺ നിങ്ങൾക്ക് ഇതിൽ കാണാം. മൂൺ കണ്ടോ നിങ്ങളിവിടെ മുകളിലായിട്ട്? മൂണിന്റെ സ്വാധീനം ഈ 7 ഓഫ് കപ്സിലും കാണാം. ഇവിടെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വൃശ്ചികത്തിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇപ്പോൾ വലിയൊരു ചിന്താക്കുഴപ്പം നടക്കുകയാണ്. അതായത് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. എന്തോ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ, അമിതമായി ചിന്തിക്കുന്ന അവസ്ഥ, ആങ്സൈറ്റി ഉള്ള അവസ്ഥ, കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കരിയർ മാറ്റണോ, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ തന്നെ തുടരണോ, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, പ്രണയത്തിന്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥ, അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെയുള്ള പലവിധ ചിന്തകൾ, പല വഴികൾ, പലതരം ആഗ്രഹങ്ങൾ വന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ഫോഗ് പോലെ നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് ഇത് കാണിക്കുന്നത്. പലതും നടക്കുമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ മാത്രമായിരിക്കാം, ഇല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു വിഷയം നിങ്ങൾക്കുണ്ടാവണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്, ക്ലാരിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു തീരുമാനവും ജീവിതത്തിൽ ഇപ്പോൾ എടുത്തു ചാടി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളാകെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നാട്ടിൽ സ്വന്തമായി ബിസിനസ് ചെയ്യണം, രണ്ടും ചെയ്യണം. അവിടെ ജോലിക്ക് പോയിട്ട് അതുകൊണ്ട് സമ്പാദിച്ചിട്ട് നാട്ടിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനോടൊപ്പം എനിക്ക് വേറൊരു കോഴ്സ് ചെയ്യണം, വേറൊരു കാര്യം ചെയ്യണം. അങ്ങനെ പല 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 ഓപ്ഷൻസ് ഒരുമിച്ച് ചിന്തിച്ച് ഒന്നിനും വ്യക്തതയില്ലാതെ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള പ്ലാനിൽ. ഇത് വലിയൊരു ആത്മപരിശോധനയുടെ തുടക്കമാണ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, മൂന്ന് വൃശ്ചികം രാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആത്മപരിശോധനയ്ക്ക് നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു എനർജി. ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോയി ചിന്തിച്ച് ഒരു
സ്വയം പരിശോധന നടത്തി നിങ്ങളൊരു ചോയ്സിലേക്ക്, ഒരു എന്താ പറയുക, മേക്കിംഗ് എ റെസ്പോൺസിബിൾ ചോയ്സ് ഫോർ യുവർ ഫ്യൂച്ചർ എന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും. അതായത് ഒരു റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങളുടെ ഭാവിയെ കരുതി ഒരു തീരുമാനത്തിലേക്ക് അവസാനം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ അങ്ങനെ, അതായത് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഭയക്കേണ്ടതില്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാതിരിക്കുക. പക്ഷെ സ്വയം പരിശോധന എന്തായാലും ആവശ്യമാണ്. അല്ലെങ്കിൽ അത് ഈ എനർജി കൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ സ്കോർപിയോ തരുന്ന ഈ തീവ്രതയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു മാറ്റമാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ ആണ്, ഒരു ഹോം കമ്മിങ് ആണ്. ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്ക്. നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുടുംബത്തോട് അകന്നു നിൽക്കുന്നതായിരിക്കാം. എന്തായാലും ഒരു ഹോം കമ്മിങ്, ഹോം സെലിബ്രേഷൻ, പ്രിയപ്പെട്ടവരോടൊത്തുള്ള ഒരു ആഘോഷം, സന്തോഷം, ഷെയറിംഗ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ 4 ഓഫ് വാണ്ട്സ് നമ്മളോട് പറയുന്നത്. ചിലപ്പോൾ ഒരു വീട് മാറ്റമായിരിക്കാം, ഒരു ആത്മസംതൃപ്തി വരുന്ന ഒരു കാര്യം ആണിത് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ കൺഫ്യൂഷനുകൾക്കിടയിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ് ഇവിടെ നമുക്ക് ജമ്പറായിട്ട് തന്നെ വന്നിരിക്കുന്ന 4 ഓഫ് വാണ്ട്സ് നമുക്ക് കാണിച്ചു തരുന്നത്. സ്കോർപിയോ, അതുപോലെ തന്നെ മൂണ്, വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നൽകിയ എല്ലാ മാനസിക തകർച്ചകൾക്കും ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലയൺ ഗേറ്റ്സിന്റെ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ഥിരത വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരത വരാൻ പോവുകയാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു ഹോം കമ്മിങ് ഫീല്, അതായത് ഒടുവിൽ ഞാൻ ശരിയായ സ്ഥലത്തെത്തി എന്നൊരു അനുഭൂതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ മനസ്സിന് പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു പുതിയ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുകയോ ചെയ്യും. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തമായി ഒരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, പ്രണയത്തിൽ ഒടുവിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ ഒരുമിക്കാനുള്ള വഴി തെളിയുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അകൽച്ചയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അത് മാറി, ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി, പലവിധ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചിന്താഗതികൾ, തെറ്റിദ്ധാരണകൾ, ഇല്യൂഷൻസ്, അങ്ങനെയുള്ള തോട്ട്സ് അതെല്ലാം മാറി ഒരു ക്ലാരിറ്റിയിലേക്ക് വന്ന് ഒരു ഒരുമിക്കൽ, ഒത്തുചേരൽ, വീണ്ടും ഒരു ഹോം ഫീലിലേക്ക് നിങ്ങൾ വരുന്ന ഒരു സാഹചര്യം തെളിയുകയും ചെയ്യുന്ന ഒരു വലിയ മാറ്റമാണ് ഈ 4 ഓഫ് വാണ്ട്സ് ഉറപ്പു നൽകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വിഷ് ഫുൾഫിൽമെന്റ് കാർഡാണ് 9 ഓഫ് കപ്സ്. നമ്മുടെ ആഗ്രഹ സാഫല്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2ാം ഭാവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് സഫലമാകുന്ന ഒരു നിമിഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇത് ഉറപ്പായിട്ട് പറയുന്നത്. അതായത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന, നിലവിൽ അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുന്ന നിങ്ങളിൽ ഒരു ഹോം കമ്മിങ് ഫീലും തെറ്റിദ്ധാരണകളൊക്കെ മാറി, അല്ലെങ്കിൽ എന്താണോ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നത് അത് ആത്മപരിശോധന നടത്തി അതിനൊരു ക്ലാരിറ്റി വരുത്തി നിങ്ങൾക്ക് വേണ്ട സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തുകയും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കുകയും ചെയ്യും എന്നാണ് ഇത് പറയുന്നത്. ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന്റെ ഒരു പരമകോടിയുടെ കാർഡാണത്. ഈ 2ാം ഭാവം കൂടി ചേർന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഭവനമാണ് 2ാം ഭാവം എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവ് കുറെ നാളായിട്ട് കൊതിച്ചൊരു കാര്യം, അത് ഒരു സാമ്പത്തികമായ വലിയ ഉയർച്ചയായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരു ജോലി ആയിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, ജീവിതത്തിലെ സന്തോഷമായിരിക്കാം, എന്തോ ഒരു കാര്യം നിങ്ങളുടെ ആത്മാവ് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന എന്തോ ഒരു കാര്യം, അത് യാഥാർത്ഥ്യമാകുന്ന ഒരു പീക്ക് ലെവൽ സംതൃപ്തിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, ഇത് വളരെ വ്യക്തമായിട്ടാണ് ഇതുവഴി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കാര്യം എന്തായാലും ഉടനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഒട്ടും ആശങ്കപ്പെടേണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കണ്ണീരിനും കഠിനാധ്വാനത്തിനും നിങ്ങൾ അനുഭവിച്ചു വന്ന മാനസികമായ വിഷമങ്ങൾക്കും ആകുലതകൾക്കും എല്ലാം അർഹമായ പ്രതിഫലം കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. ആ കാര്യമാണ് ഇവിടെ സെലിബ്രേഷൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ, ആഗ്രഹ സാഫല്യം ഉണ്ടാകുമ്പോൾ, കുടുംബത്തോടൊപ്പമുള്ള വലിയൊരു സെലിബ്രേഷനിലേക്ക് ഇപ്പോഴത്തെ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ, എന്ത് ചെയ്യുമെന്നറിയാത്തൊരു അവസ്ഥയൊക്കെ മാറി വളരെ സന്തോഷകരമായ ഒരു സ്ഥിരതയുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തായാലും എത്താൻ വേണ്ടി തന്നെയാണ് പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് ഉറപ്പ് നൽകുന്നത്. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ 2ാം ഭാവം പഠിപ്പിക്കുന്ന
ഒരു സെൽഫ് വെർത്ത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം ഇവിടെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ രാപ്പകലില്ലാതെ പണിയെടുത്താൽ മാത്രമേ എനിക്ക് സമൂഹത്തിൽ മൂല്യമുണ്ടാകൂ എന്ന നിങ്ങളുടെ ആ പഴയ ചിന്താഗതിയാണ് നിങ്ങൾ ഈ സമയത്ത് ഉപേക്ഷിക്കേണ്ടത്. അർഹതയില്ലാത്തിടത്ത് നിരന്തരം കഷ്ടപ്പെട്ട് സമയം കളയുന്നത് നിർത്തുക എന്നൊരു നിർദ്ദേശം യൂണിവേഴ്സ് ഇതുവഴി നൽകുന്നുണ്ട്. നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാലും എത്രമാത്രം കാര്യങ്ങൾ ചെയ്താലും ചില ആളുകൾക്ക് അല്ലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതെല്ലാം ചെയ്യുന്നത് വെറുതെ വേസ്റ്റ് ആയി പോകും. ആളുകൾ അത് അംഗീകരിക്കില്ല. നമ്മളെ അംഗീകരിക്കാത്ത, നമ്മുടെ സെൽഫ് വർത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളും സാഹചര്യങ്ങളും നമുക്കൊരു വാല്യൂ നൽകുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകുന്നില്ലെങ്കിൽ പിന്നെ അതിൽ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അർഹിക്കുന്നതൊക്കെ യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. ആ കഠിനാധ്വാനം, മാസ്റ്ററി, നിങ്ങളുടെ സ്കില്ല് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നൽകുന്ന സൂചനയാണ്, നിങ്ങൾക്ക് ഗുണമില്ലാത്ത, സമാധാനം നൽകാത്ത സാഹചര്യത്തിൽ ഒരുപാട് ഇൻപുട്ട് കൊടുത്ത് ഒരുപാട് അധ്വാനിച്ച് അതിൽ തന്നെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് ബൗണ്ടറി സെറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ നിൽക്കുക. അർഹതയില്ലാത്തിടത്ത് നിരന്തരം കഷ്ടപ്പെട്ട് സമയം കളയുന്നത് നിർത്തുക. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും അവഗണിച്ച് ഒരേ കാര്യത്തിന്മേൽ അത്രമാത്രം അമിതമായി തലപുകയ്ക്കുന്നുണ്ടാകാം. അത് വിട്ട് സ്മാർട്ടായി ചിന്തിക്കാനും യൂണിവേഴ്സിനെ വിശ്വസിച്ച് അല്പം വിശ്രമിക്കാനും കൂടിയാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ജോലിയിൽ തെറ്റുകൾ വരാതിരിക്കാൻ ഉറക്കം കളഞ്ഞ് മാനസികമായി തളരുന്ന ഒരു സാഹചര്യം എന്തായാലും ഇവിടെ ഉണ്ട്. അതിനി വേണ്ട. അങ്ങനെ ഒരു സ്ട്രെസ്, അങ്ങനെ ഒരു കഠിനമായ ഒരു ഭാരം നിങ്ങളിലേക്ക് നിങ്ങൾ ഇനി ഏൽപ്പിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ആഗ്രഹം നിങ്ങളുടെ പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള എല്ലാ ടാലന്റും, എല്ലാ കഴിവുകളും, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഫുൾഫിൽഡ് ആകാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി നിങ്ങളുടെ അധ്വാനം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാം എന്നാണ് യൂണിവേഴ്സ്, എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഉറക്കം ഒഴിച്ചു നിന്ന് ഇങ്ങനെ തളരുന്ന ഒരു സാഹചര്യം, അതായത് ഉറക്കമൊക്കെ ശ്രദ്ധിക്കുക. ഇനിയൊന്ന് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് കൂടി ഇവിടെ യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ സ്കോർപിയോ വരുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായ ഒരു എനർജി, ഒരു തീവ്രമായ ഒരു എനർജിയാണ് പൊതുവെ. അപ്പോൾ സ്കോർപിയോയുടെ ഇത്തരത്തിലുള്ള പ്രക്ഷുബ്ധമായ ആ എനർജിയിൽ നിന്ന്, അതുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ശാന്തമായ മറ്റൊരു തീരത്തേക്ക്, ഒരു ഹീലിംഗിലേക്കുള്ള ഒരു യാത്രയാണ് സിക്സ് ഓഫ് സോഡ്സ് നമ്മളോട് പറയുന്നത്. സ്കോർപിയോ ചന്ദ്രന്റെ ആഴത്തിലുള്ള സങ്കടം, സ്കോർപിയോയും മൂണും ചേർന്ന് വരുമ്പോൾ വൃശ്ചികത്തിലെ ചന്ദ്രൻ നൽകുന്ന ആഴത്തിലുള്ള സങ്കടങ്ങളും മാനസിക ഭാരങ്ങളും നിങ്ങളുടെ പിന്നിൽ ഉപേക്ഷിക്കാനായിട്ട് സമയമായിരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച മാനസിക ഭാരങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായി പിന്നിൽ ഉപേക്ഷിച്ച് ഒടുവിൽ മെച്ചപ്പെട്ടതും ശാന്തവുമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വിജയകരമായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ നിങ്ങൾ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ നിന്ന് ശാന്തമായ ഒരു തീരത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ നിരന്തരം വിഷമിപ്പിച്ച ഒരു ടോക്സിക് ജോലിസ്ഥലം അല്ലെങ്കിൽ ഒരു സാഹചര്യം വിടുകയോ അല്ലെങ്കിൽ ടോക്സിക് ആയ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു കടന്ന് സമാധാനം വീണ്ടെടുക്കുകയോ ചെയ്യുന്ന ഒരു വലിയ യാത്രയാണ് ഇത് കാണിക്കുന്നത്. അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന 5 ഓഫ് സോഡ്സ് നിങ്ങൾ അതിജീവിച്ച കടുത്ത മാനസിക യുദ്ധങ്ങളും വഞ്ചനകളുമാണ് കാണിക്കുന്നത്. ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിന്റെ പടിവാതിലിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾ എത്രമാത്രം കടുത്ത മാനസിക യുദ്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത്, മാനസിക വിഷമമാണ് നിങ്ങൾ അനുഭവിച്ചത്, എത്ര തോൽവികളാണ് നിങ്ങൾ ഏറ്റുവാങ്ങിയത്, നിങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ചുറ്റുമുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നോ നിങ്ങൾക്ക് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വഞ്ചനയും ഒക്കെ തന്നെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്, അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മാത്രം എന്തിന് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കണം എന്ന് തോന്നിപ്പിച്ച അത്രയും ടോക്സിക്കായ കുതികാൽ വെട്ടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തെയാണ് നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നതെന്നാണ് ഈ കാർഡ് പറയുന്നത്. ജോലി സ്ഥലത്ത് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരെയും നിങ്ങളുടെ ഊർജം ഊറ്റിക്കുടിച്ച സാഹചര്യങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യം കൊണ്ട് പിന്തള്ളിക്കഴിഞ്ഞു. ഇത് ജോലി സ്ഥലം തന്നെ ആവണമെന്നില്ല. നിങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത്, കുടുംബത്തിലെ സാഹചര്യമാവാം, ബന്ധങ്ങളിലെ സാഹചര്യമാവാം, സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സാഹചര്യമാകാം, തൊഴിലിടത്തിലെ സാഹചര്യമാകാം, എവിടെയോ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടുകയും ഒരുപാട് മത്സരങ്ങളിൽ സ്വയം
പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലൂടെ, ടോക്സിക് ആയ സാഹചര്യത്തിലൂടെ കടന്നുപോയി അതിനെ അതിജീവിച്ച് മുന്നോട്ട് ശാന്തമായ തീരങ്ങളിലേക്ക് പതിയെ നടന്നു തുടങ്ങിയിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ കാർഡ് രണ്ടും ചേർന്ന് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു ജൈത്രയാത്രയും മിന്നൽ വേഗതയിലുള്ള വിജയവുമാണ്. വിജയത്തിനോട് ചേർന്ന് 9 ഓഫ് കപ്സിനോട് ചേർന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് സോഡ്സ് 4 ഓഫ് വാൺസിനോട് അലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷനിലേക്കാണ്. ഈ പരാജയവും ഈ തോൽവിയും എല്ലാം വിട്ട് നിങ്ങളൊരു സെലിബ്രേഷനിലേക്ക്, ഹോം കമ്മിങ്ങിലേക്ക് പോകാൻ പോകുന്നു. നിങ്ങളുടെ ഒരു ഏറ്റവും സന്തോഷമുള്ള സെക്യൂറായ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ വേണ്ടി പോകുന്നു എന്ന് ഇതിന്റെ ഒരു അലൈൻമെന്റ് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് എന്ന നമ്മുടെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്ന ഭാവിയുടെ എനർജിയെ കാണിക്കുന്ന കാർഡ് പറയുന്നത് വിഷ് ഫുൾഫിൽമെന്റുമായിട്ട് അലൈൻ ചെയ്താണ് അതിന്റെ എനർജി കാണിക്കുന്നത്. ഈ മനോഹരമായ റീഡിങ്, ലയൺസ് ഗേറ്റ് പോർട്ടലിന്റെ റീഡിങ് അവസാനിക്കുന്നത് അതിശക്തമായ നൈറ്റ് ഓഫ് സോഡ്സ് കാർഡിലൂടെയാണ് എന്നതാണ്. ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ തുറക്കപ്പെടുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് മിന്നൽ വേഗതയാണ്, വളരെ സ്പീഡാണ്. ഇതുവരെ എന്തൊക്കെ മന്ദീഭവിച്ചു കിടന്നോ, ആശയക്കുഴപ്പമുണ്ടാക്കി ഇരുന്നോ, അതെല്ലാം മാറി ഒരു വ്യക്തതയിലേക്കും ശാന്തതയിലേക്കും നിങ്ങൾ മാറാൻ പോകുന്നു. ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. പ്രക്ഷുബ്ധമായ അവസരങ്ങളിൽ നിന്ന് ശാന്തതയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. അതിവേഗം നിങ്ങളിലേക്ക് വിജയം വരാൻ പോകുന്നു. ഇതുവരെ ഇഴഞ്ഞു നീങ്ങിയ നിങ്ങളുടെ കരിയറോ വ്യക്തി ജീവിതമോ എന്തും ആയിക്കോട്ടെ, അപാരമായ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി എല്ലാ തടസ്സങ്ങളെയും വെട്ടിമുറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിച്ചുയരാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് പുതിയൊരു ബിസിനസ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തോ ഒരു വലിയ വിജയം നിങ്ങൾ കൈവരിക്കുകയോ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറി ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുന്ന ഒരു യഥാർത്ഥ വിജയിയായി ഈ ലയൺസ് ഗേറ്റ് നിങ്ങൾക്ക് പുതിയൊരു ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇവിടെ ഇത് കേൾക്കുമ്പോൾ, ഇത് ലയൺസ് ഗേറ്റ് പോർട്ടൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യത്തിലേക്കും പോകുന്നില്ല. പക്ഷെ ഇവിടെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അവസാനം മനസ്സിൽ വന്നൊരു കാര്യം, എന്ത് ടോക്സിക് സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്, അത് നിങ്ങളുടെ കുടുംബം, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആളുകൾ ആണ് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ഇതുവരെ എത്തിച്ചിരുന്നതെങ്കിൽ, നിങ്ങൾക്ക് നൽകിയിരുന്നതെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ മറികടന്ന് പോകാൻ പോകുന്നത്? ബന്ധം ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി പോവുകയാണോ? അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു മാറ്റം വരാൻ പോകുന്നത്? നിങ്ങൾ ഒരു ഹാർമണിയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണോ? അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ ഈ നിലവിൽ ടോക്സിക് ആയിട്ട് നിന്ന ആ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറിപ്പോകാൻ പോകുന്നത് എന്നത് നമുക്കിവിടെ ഉത്തരം തന്നിട്ടില്ല, നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നതെന്നറിയാം. ഇതെങ്ങനെയാണ് ആ രീതിയിലേക്ക് മാറാൻ പോകുന്നതെന്ന് വ്യക്തത ഇവിടെ കിട്ടിയിട്ടില്ല. അത് മറ്റൊരു റീഡിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ നൽകുന്ന അതിമനോഹരമായ ഈ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാനായിട്ട് മറക്കരുത്. ഹൈപ്പ് ചെയ്താലും വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.